സർക്കാരിനോട് പ്രതിപക്ഷം എന്ന പോലെ പ്രതികരണ ശബ്ദമുയർത്തിയ നേതാവാണ് PV അൻവർ. സർക്കാരിനോടുള്ള പ്രതിഷേധാർഹം MLA സ്ഥാനം രാജിവെച്ച PV അൻവറിന്റെ അടുത്ത നീക്കം UDF പ്രവേശനമായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ എതിർപ്പും UDF സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള PV അൻവറിന്റെ തലയിടലും അദ്ദേഹത്തിന്റെ മുൻപിൽ പാതി തുറന്ന UDF വാതിൽ അടച്ചു. UDF പ്രവേശനത്തിനായി അൻവർ കണ്ടെത്തിയ പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച PV അൻവർ ആദ്യഘട്ടത്തിൽ വിജയിക്കും എന്ന ധ്വനി വന്നെങ്കിലും പിന്നെ പരാജയപ്പെടുകയായിരുന്നു. നാണക്കേടില്ലാത്ത പരാജയമാണ് PV അൻവറിൻ്റേത് എന്ന് പറയാൻ കഴിയുന്ന വോട്ട് ശതമാനം അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ നേടി. തനിക്ക് കിട്ടിയ ജനപിന്തുണയും കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടിയിൽ നിന്നും PV അൻവറിനോടൊപ്പം ചേർന്ന നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് ഊർജവും കരുത്തുമായിരുന്നു. എന്നാൽ നിലമ്പൂർ പരാജയത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അൻവറിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. പാർട്ടിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന NK സുധീർ BJPയിലേക്ക് ചേരാൻ പോവുകയാണെന്ന സ്ഥിരീകരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. BJPയിൽ ചേരാൻ സാധ്യതയുണ്ടെന്ന കാര്യം PV അൻവറിനെ അറിയിച്ചിരുന്നു എന്ന് NK സുധീർ പറഞ്ഞിരുന്നു. താൻ പ്രതിനിധീകരിക്കുന്ന ദുർബല വിഭാഗങ്ങളെ രക്ഷിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നും NK സുധീർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ടെന്ന് അൻവറിനോട് സംസാരിച്ചിരുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന ദുർബല വിഭാഗങ്ങളെ രക്ഷിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ UDFിലേക്ക് വരാൻ സാധ്യതയില്ല. ഞാൻ BJPയിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല എന്നും തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എന്നും അൻവറിനോട് പറയുകയും ചെയ്യുന്നു. കോൺഗ്രസ് അടഞ്ഞ അധ്യായമാണ്. സതീശൻ 100 സീറ്റ് കെട്ടുമെന്നാണ് പറയുന്നത്. എവിടുന്നാണ് ഈ 100 സീറ്റ് എന്നും NK സുധീർ ചോദിച്ചു. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ സ്ഥാനാർത്ഥിയായിരുന്ന NK സുധീറിനെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു. 3 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി TMC നേതാവ് PV അൻവർ അറിയിക്കുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അൻവർ നടപടിയെക്കുറിച്ച് അറിയിച്ചത്. പിന്നാലെയാണ് BJP പ്രവേശനം സംബന്ധിച്ച പരസ്യമായി പ്രതികരിക്കുന്നത്. ചേലക്കരയിൽ CPIM സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയിച്ചപ്പോൾ സുധീർ നേടിയത് 3920 വോട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ 4000 വോട്ട് കിട്ടിയാലും നേട്ടമാണെന്ന് NK സുധീർ അന്ന് പറഞ്ഞിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഒഴിവാക്കിയതോടെയാണ് PV അൻവറിന്റെ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കാൻ NK സുധീർ തീരുമാനിച്ചത്. AICC മുൻ അംഗമായിരുന്നു സുധീർ. PV അൻവറിനെ തിരികെ കോൺഗ്രസിൽ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന പാർട്ടി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള ചില നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും നൽകുമ്പോൾ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ PV അൻവറിനെ മുന്നണിയിൽ സ്വീകരിച്ചാൽ കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തോടൊപ്പം പോയവരുടെ പ്രാദേശിക കരുത്ത് വരും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് ഒപ്പം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നവർ കോൺഗ്രസിലുണ്ട്. NK സുധീർ അടക്കമുള്ളവരെ പാർട്ടിയിൽ തിരികെ കൊണ്ടുവരുവാൻ കഴിയുമല്ലോ എന്ന ചോദ്യം പലരുടെയും ഉള്ളിലുണ്ടാകാം. NK സുധീർ BJPയിൽ പോകുന്നതിൻ്റെ പ്രധാന കാരണം അൻവറിനെ UDFിലേക്ക് ക്ഷണിക്കില്ല എന്നതാണ്. ആയതിനാൽ അൻവറിനെ തിരികെ എടുത്താൽ BJPയിലേക്ക് നേതാക്കന്മാരും അണികളും പോകുന്ന ഒരു ഒഴുക്ക് നിർത്താം എന്ന വാദം ഉയരാനും സാധ്യത ഏറെയാണ്.